അങ്ങനെ പഹൽഗാമിൽ നിന്ന് ആനന്ദ്നാഗിലെത്തി. ആനന്ദ്നാഗിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ആനന്ദ്നാഗിലെ ബസ് സ്റ്റാൻഡ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു 10 രൂപ കൊടുത്താൽ ആനന്ദ്നാഗ് റെയിൽവേ സ്റ്റേഷനിൽ എത്തും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് വന്നതാണ്. ബസ് സ്റ്റാൻഡും ടാക്സി സ്റ്റാൻഡും ഒക്കെ ഈ ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബജ്രംഗി ഭായ്ജാനിലൊക്കെ കണ്ടതുപോലുള്ള ബസ്സുകളാണ് ഇവിടെ കൂടുതലുള്ളത്. അപ്പോൾ അതുപോലത്തെ ഈ ഒരു ബസ്സിലാണ് നമുക്ക് ആനന്ദ്നാഗ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ. അങ്ങനെ ബസ്സിൽ നല്ല തിരക്കായിരുന്നു എങ്കിലും ആനന്ദ്നാഗ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ആനന്ദ്നാഗ് റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ശ്രീനഗറിലേക്കുള്ള ട്രെയിൻ വരുന്നത്. അങ്ങനെ ട്രെയിന് 6 മണിക്കാണ്. അപ്പം ട്രെയിൻ എത്താനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ട്രെയിൻ എത്തി. ഇതാണ് നമ്മൾ ട്രെയിനിൽ കയറുകയാണ്. ഇങ്ങനെയാണ് സീറ്റിംഗ് ഒക്കെ ഉള്ളത്. ബസ്സിലെ പോലെ സീറ്റിംഗ് മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റു ട്രെയിനിലെ പോലെ ബർത്തൊന്നും ഈ ബോഗിയിൽ കാണുന്നില്ല. മറ്റു ബോഗികളിലുണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്തായിരുന്നാലും വൈകുന്നേരം ആയതുകൊണ്ട് വെയിലിൻ്റെ നല്ല പ്രശ്നമുണ്ട് വീഡിയോ എടുക്കാനായിട്ട്. അതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഞാൻ പോയിരിക്കുകയാണ് വീഡിയോ എടുക്കാനായിട്ട്. ഓക്കെ, അങ്ങനെ ട്രെയിൻ നീങ്ങി തുടങ്ങി. ഓരോ സ്റ്റേഷനുകൾ പിന്നിട്ട് തുടങ്ങി. ഇത് ഒരു പട്ടാള ക്യാമ്പ് പോലുള്ള എന്തോ ഒരു സംഭവമാണ്. ഇവിടെ പട്ടാളക്കാരിപ്പോൾ വൈകുന്നേരം വോളിബോൾ കളിക്കുന്നതും അങ്ങനത്തെ കാഴ്ചകളൊക്കെയാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്നത്. എന്തായിരുന്നാലും ഇവിടെ ഒരു യൂറോപ്യൻ മാതൃകയിലുള്ള നിർമ്മിതിയാണ് കാശ്മീരിൽ മൊത്തം നമുക്ക് കാണാൻ പറ്റുക. അതായത് ഷീറ്റ് മേഞ്ഞ ചെരിഞ്ഞ മേൽക്കൂരകളാണ് നമുക്ക് കാണാൻ പറ്റുക. ഇത് ഷീറ്റ് മാത്രമല്ല, അതിനടിയിൽ നിരപ്പുള്ള കോൺക്രീറ്റ് സ്ലാബ് ഉണ്ട്. അതിന് മേലെ മഞ്ഞ് വീഴ്ച കാലത്ത് മഞ്ഞ് ഒഴുകി ഈ ഐസ് ഒഴുകി താഴേക്ക് വീഴാൻ വേണ്ടിയിട്ടാണ്, റൂഫിൻ്റെ മുകളിൽ ഇത് തങ്ങി ലോഡായി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെരിഞ്ഞ റൂഫ് നിർമ്മിക്കുന്നത് ഷീറ്റ് കൊണ്ട്. പിന്നെ ഈ ഒരു സമയം ഞാൻ പറഞ്ഞല്ലോ, ഇത് വേനൽക്കാലമാണ്. ഇതിപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടുത്തെ കൊയ്ത്ത് കാലമൊക്കെ കഴിഞ്ഞ, വിളവെടുപ്പ് കാലമൊക്കെ കഴിഞ്ഞ സമയമാണ്. ഇത് വയലുകളാണ്, വിളവെടുപ്പ് കഴിഞ്ഞ വയലുകളാണ്. ഇവിടെയും ഈ പട്ടാള ഉദ്യോഗസ്ഥന്മാരൊക്കെ ഈ വോളിബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊരു പട്ടാള ക്യാമ്പാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് വിളവെടുപ്പ് കാലമാണ്. അതുകൊണ്ട് തന്നെ ഈ വിളവെടുത്ത വിജനമായ ഒഴിഞ്ഞ വയലുകളാണ് നമുക്ക് കാണാൻ പറ്റുക. കുറച്ച് ഒരു 2 മാസങ്ങൾക്ക് മുമ്പാണെങ്കിൽ നല്ല പച്ചപ്പുള്ള വയലുകൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മഞ്ഞുവീഴ്ച കാലത്താണ് നമ്മൾ ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഒരു യൂറോപ്യൻ ഫീല്, ഈ ഒരു യാത്രയിൽ തന്നെ നമുക്കൊരു യൂറോപ്യൻ ഫീല് ഉണ്ട്. വിളവെടുപ്പ് കാലമായതുകൊണ്ട് ഒരു പച്ചപ്പിൻ്റെ കുറവ് ഉണ്ട് എന്നേ ഉള്ളൂ. മഞ്ഞുവീഴ്ച കാലത്ത് ഇതിലൊക്കെ മഞ്ഞ് വീണ് ഒരു ഒറിജിനൽ യൂറോപ്പിൻ്റെ ഫീലാണ് ഈ ഒരു ട്രെയിൻ യാത്രയ്ക്ക് കിട്ടുക. ഈ ഒരു ട്രെയിൻ യാത്ര ആസ്വദിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങോട്ട് ആളുകൾ വരാറുണ്ട്. പിന്നെ ഈ ട്രെയിനിനെ കുറിച്ച് പറയുമ്പോൾ ഈ ട്രെയിനിൻ്റെ ഈ വർക്ക് ആരംഭിച്ചിട്ട് ഏകദേശം 20 വർഷത്തിൻ്റെ മുകളിലായി. അപ്പോൾ ഈ ട്രെയിനിൽ ഇപ്പോൾ ഈ ഒരു ഡിസംബർ വരെ, കഴിഞ്ഞ 2023 ഡിസംബർ വരെയൊക്കെ ത്തിൻ്റെ തുടക്കം വരെയൊക്കെ ഇത് ബനിഹാൽ മുതൽ ശ്രീനഗർ ബാരാമുള്ള വരെ മാത്രമായിരുന്നു ഈ ട്രെയിൻ പാത ഉണ്ടായിരുന്നത്. അത് ഇങ്ങോട്ട് പാതയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഡിസംബറോട് കൂടി അതിൻ്റെ വർക്ക് തീർന്നിട്ടുണ്ട്. ഇപ്പോൾ ജനുവരിയോടുകൂടി ഇപ്പോൾ ട്രെയിൻ ഓടി തുടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കേരളത്തിൽ നിന്ന് ശ്രീനഗർ വരെ നമുക്ക് ട്രെയിനിൽ ഡയറക്റ്റ് പോകാം. ജമ്മുവിൽ ഇറങ്ങി അവിടുന്ന് പിന്നെ ടാക്സിക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് അർത്ഥം. യാത്രയിൽ ഇടയ്ക്കിടയ്ക്ക് ചില ഗ്രാമങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒരു യൂറോപ്യൻ രീതിയിലുള്ള മാതൃകയിലുള്ള കെട്ടിടങ്ങളാണ് നമുക്ക് തോന്നുക. ഈ ഒരു മഞ്ഞുവീഴ്ചൻ്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് ആ ഒരു രീതിയിലെ നിർമ്മാണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് വയലേലകൾ അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ശ്രീനഗർ ലക്ഷ്യമാക്കിയിട്ട്. സമയം ഇരുട്ടി തുടങ്ങുന്നുണ്ട്. നമ്മുടെ വീഡിയോക്ക് കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും. ഓക്കെ,
അതായത് ജമ്മുന്ന് ശ്രീനഗർ വരെ ഈ ഒരു റെയിൽപാത ഓപ്പൺ ആയതുകൊണ്ട് എന്തായാലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു റൂട്ട് തന്നെയാണ് ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത്, ഈ ഒരു ട്രെയിൻ റൂട്ട്. അതായത് ഇത് ഒരുപാട് പാലങ്ങൾ, ഒരുപാട് ടണലുകൾ ഒക്കെ നിർമ്മിച്ചിട്ടാണ് ഈ ഒരു റെയിൽപാത നമ്മൾ സജ്ജമാക്കിയിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ചെനാബ് നദിക്ക് കുറുകെയുള്ള ഈ ഒരു ബ്രിഡ്ജാണ്. 359 മീറ്റർ ഉയരമുള്ള ബ്രിഡ്ജാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ബ്രിഡ്ജാണ് ഈ ബ്രിഡ്ജ്. അതാണിപ്പം അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയ ഒരു നിർമ്മിതി. അതേതായാലും അതൊക്കെ ഒരു അത്ഭുതം തന്നെയാണ്. ഏതായാലും ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇങ്ങനെ ഒരു റൂട്ട് നിലവിൽ വന്നത്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, അപ്പം പറ്റാവുന്നവരൊക്കെ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഈ ഒരു യാത്രയുടെ തുടക്കം മുതൽ അവസാനം വരെ എനിക്ക് തോന്നിയൊരു ഒരു ഫീൽ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സന്തോഷ് സാറ് സഞ്ചാരത്തിന് വേണ്ടിയിട്ട് നമ്മുടെ അന്ന് ലാൽ ജോസ് ഉണ്ടായിരുന്നു, സംവിധായകനായ ലാൽ ജോസ് ഉണ്ടായിരുന്നു കൂടെ. അപ്പം അവർ ഒരു റഷ്യയിൽ ട്രാൻസ് സൈബീരിയൻ യാത്ര നടത്തിയിരുന്നു ഒരു ട്രെയിനിൽ. അപ്പോൾ ആ ഒരു ട്രെയിൻ യാത്രയിൽ കണ്ട കാഴ്ചകൾ, ആ ഒരു ദൃശ്യത്തിൽ നമുക്ക് കണ്ട കാഴ്ചകളോട് സാമ്യം തോന്നുന്ന കാഴ്ചകളാണ്, മനോഹരമായ കാഴ്ചകളാണ് എനിക്ക് ഈ ഒരു കാഴ്ചയിൽ, ഒരു യാത്രയിൽ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തതെന്നുള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഏതായാലും വളരെ നല്ല ഒരു യാത്രയാണ്. അപ്പോൾ പറ്റാവുന്നവരൊക്കെ, ഞാൻ വീണ്ടും പറയാണ്, പറ്റാവുന്നവരൊക്കെ ഈ ഒരു യാത്ര എക്സ്പീരിയൻസ് ചെയ്യുക. ട്രാൻസ് സൈബീരിയൻ യാത്രയുടെ വീഡിയോ ഓർമ്മിച്ചും അതുപോലെ തന്നെ പുറത്തെ കാഴ്ചകളും തണുപ്പൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞാനങ്ങനെ ഇരിക്കുന്നതിനിടയിൽ ശ്രീനഗറെത്തി. ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ വന്ന ട്രെയിന് ബാരാമുള്ള ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളിനി പുറത്തിറങ്ങണം. പുറത്തിറങ്ങിയിട്ട് കയാം ചൗക്കിലേക്കുള്ള ബസ്സോ ടാക്സിയോ കിട്ടുമോ നോക്കണം. അപ്പോൾ അവിടെയാണ് റൂമുള്ളത്. ഞങ്ങൾ ഇന്നലെ പിരിച്ചു വിട്ട ടീമുണ്ട്. ഞങ്ങൾ പഹൽഗാം പോകാൻ വേണ്ടി പിരിഞ്ഞു പോയ ടീമുണ്ട്. അവരുടെ അടുത്തേക്കാണ് ഞങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ എത്തി. ഞങ്ങൾ ബസ്സിന് വന്നിട്ട് അവിടെ എത്തി. അങ്ങനെ ഫാനിഷിനെയും സലാമിനെയും കണ്ടു. അപ്പോൾ റൂമിനടുത്തുള്ള കയാം ചൗക്കിൽ റൂമിനടുത്തുള്ള ഒരു ചാച്ചാൻ്റെ ഹോട്ടലിലേക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നതാണ്. ഞാൻ ഏതായാലും ഇല്ല, എങ്കിലും ഉണ്ടായിക്കോട്ടെ. ഉണ്ടാവില്ല. അപ്പോൾ ചാച്ച ഇവിടെ ആലു പൊറോട്ട ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാത്രി ഏകദേശം 8-9 മണിയായിട്ടുണ്ട് ഈ ഒരു സമയം. അപ്പോൾ ഇതാണ് നമുക്ക് ആലു പൊറോട്ടയ്ക്ക് കഴിക്കാനുള്ള കറി. ഇത് കടലയാണ്, ഇവർ ചോല എന്ന് പറയും ഇതിന്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫുഡ് എത്തി. അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കി വീഡിയോ നമ്മുടെ നാളത്തെ വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ.